തിരുവനന്തപുരത്ത് സിപിഎമ്മും ബിജെപിയും തമ്മിൽ വോട്ട് കച്ചവടം നടന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ബിജെപിയുടെ സംഘടനയിലുള്ളവരെക്കാൾ കൂടുതൽ സിപിഎമ്മുകാരാണ് ഈ വോട്ട് കച്ചവടത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഇതൊരു കൂട്ടുകച്ചവടമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പലയിടങ്ങളിലും ബിജെപിയുടെ ഭൂരിപക്ഷം കുറഞ്ഞുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വട്ടിയൂർക്കാവിൽ ബിജെപിക്കുണ്ടായിരുന്ന 8000 വോട്ടിന്റെ ലീഡ് ഇത്തവണ 5700 കുറഞ്ഞു. നേമത്ത് കഴിഞ്ഞ തവണത്തെ 2000 വോട്ടിന്റെ ലീഡ് നിലനിർത്തുവാൻ അവർക്ക് സാധിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി UDF-ൽ കലഹം തുടങ്ങിയെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയെ തമാശയായിട്ടാണ് കാണുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു. മുസ്ലിം ലീഗുമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വിളിച്ചത് അയാളുടെ പേര് നോക്കിയാകും. എല്ലാവരെയും ഒരുപോലെ കണ്ട ശ്രീനാരായണ ഗുരുവിന്റെ കസേരയിലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വേണം. അത് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ശ്രമിച്ചില്ല? വെള്ളാപ്പള്ളിക്ക് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കേസിലെ അന്വേഷണം ഈ അവസ്ഥയിൽ പോയാൽ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം കിട്ടും. SITയുടെ അന്വേഷണം വന്ദേ ഭാരതിന്റെ വേഗതയിൽ പോയിരുന്നതാണ്. ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിന്റെ വേഗതയിലാണ് പോകുന്നത്. സോണിയാഗാന്ധിക്ക് പുരാവസ്തു കച്ചവടം ഉണ്ടെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ആ പറഞ്ഞവന്റെ തലയ്ക്ക് നെല്ലിക്കാത്താളം വെക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. വട്ടിയൂർക്കാവിൽ അവർക്ക് 8000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇത്തവണ 5700 വോട്ടായിട്ട് ചുരുങ്ങിയല്ലോ. അതുപോലെ തന്നെ നേമത്തും കഴിഞ്ഞ തവണത്തെ 20,000 ലീഡിലുണ്ടോ തവണ, അതും താഴേക്ക് പോയില്ലേ. അപ്പോൾ എവിടെയാണ് BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ള? എവിടെയാണ്? കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 51 സീറ്റ് അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം നിയോജകമണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ UDF ഇപ്പം തന്നെ കലഹം തുടങ്ങിയെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ മാഷ ഇടയ്ക്ക് ചില തമാശ പറയും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട. ഞങ്ങൾ ലീഗുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങളും കേരള കോൺഗ്രസിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ അതുപോലെയാണ് CPM CPI ആയിട്ട് വെള്ളാപ്പള്ളിനെ കാറിൽ കയറ്റിയ ശരിയോ തെറ്റോ അതിൻ്റെ വരെ ഡിബേറ്റ് നടക്കുകയല്ലേ. ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇവിടെയുള്ളവരൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുമുണ്ട്, ഒരു കുഴപ്പമില്ല. എങ്ങനെ? അതിൻ്റെ മറുപടി വിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. വിനോയ് വിശ്വം തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്. എന്നിട്ടാണ് പറയുന്നത് UDF-ൽ കെട്ടുറപ്പില്ല. UDF-ന് ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകരെ തീവ്രവാദി വരെ വിളിച്ചു. എന്താണ് വിളിക്കാൻ കാരണം? അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയിട്ട് വിളിച്ചായിരിക്കും. അത് അങ്ങനത്തെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല. കാരണം ഈ രാജ്യത്തുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത, എന്നാൽ എല്ലാവരെയും സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ കസേരയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധമുണ്ടാവണം. അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ നോക്കണം. ഒരിക്കലും അങ്ങനെ വർഗീയ പരാമർശം നടത്താൻ പാടില്ല. തെറ്റ് തന്നെയാണത്. ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ? അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? എത്രയും നല്ല ബന്ധം ഉണ്ടായിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന CPM-നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു. മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു. അതിൽ CPM-ന് ഉത്തരവാദിത്വം ഉണ്ട് ആ കാര്യത്തിൽ. അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നോ? അപ്പം വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയാണ്. അദ്ദേഹം മുമ്പേ അദ്ദേഹം ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ വന്ദിക്കാനുമില്ല, എന്നാൽ നിന്ദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് 1% പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ തെറ്റാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും നിവർത്തിയില്ല. അത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നു.